ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിൽ ഇടപെടാൻ കഴിയാതെ ആരോഗ്യവകുപ്പ്. സമരം ചെയ്യുന്ന മരുന്ന് വിതരണക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് അവർക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന വ്യാപകമായി മരുന്ന് വിതരണം നിർത്തിവെക്കാനാണ് വിതരണക്കാരുടെ ആലോചന. കടുത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത് അങ്ങനെ സംഭവിച്ചാൽ. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ മരുന്ന് വിതരണക്കാരെ സാന്ത്വനപ്പെടുത്തി മരുന്ന് വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ രോഗികളായിരിക്കും വലയുക. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും SKN ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് രോഗികളാണ്. പക്ഷേ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് ഇതോടുകൂടി രോഗികൾ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ, ഡയാലിസിസിന് എത്തുന്നവർ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ചർച്ച പോലും ഈ മരുന്ന് വിതരണക്കാരുമായി ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഈ മരുന്ന് വിതരണക്കാരുമായി ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ഇതുവരെ നടന്നിട്ടില്ല എന്നവർ പറയുന്നു. അവർ കഴിഞ്ഞ ദിവസം കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ച ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങളും നടന്നിട്ടില്ല. അവരാവശ്യപ്പെടുന്നത് അവരുടെ 8 മാസത്തെ കുടിശ്ശികയായ 75 കോടി രൂപ തന്നു തീർക്കുക എന്നുള്ളതാണ്. അതിന് സർക്കാർ ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. നമ്മൾ ആശുപത്രി അധികൃതരുമായി, മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഈ വിതരണക്കാർക്കുള്ള പണം കൊടുത്തു തീർക്കാനാകൂ എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം നിൽക്കുന്നത് ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗികളുണ്ട്. അവരുടെ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ വില കൂടിയ മരുന്നുകളാണ്. ഈ ഡയാലിസിസ് ഉൾപ്പെടെ പുറത്തുനിന്ന് ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിയാൽ മാത്രം ആശുപത്രിയിൽ വെച്ച് നടത്താമെന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ അധികൃതർ എടുക്കുന്നത്. കൂടാതെ ഈ ഓർത്തോ വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഏതായാലും പ്രശ്നപരിഹാരത്തിന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. കൂടാതെ സർക്കാർ അടക്കം ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കവും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളുടെ ദുരിതത്തിന് ഒരു തീരുമാനം ഉണ്ടാകൂ. SKN ചോദിച്ചതുപോലെ ഈ ഒരു സമരം, ഈ മരുന്ന് വിതരണം നിർത്തുന്നതിനെ കുറിച്ച് അവർ സംസ്ഥാന വ്യാപകമായി അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാനത്തൊട്ടാകെയുള്ള ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SKN, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് പരിഹരിക്കാൻ കഴിയട്ടെ. കാര്യം അത് രോഗികളെ ബാധിക്കുന്ന പ്രത്യക്ഷ പ്രശ്നമാണ് എന്നുള്ളതാണ്.